കാദർ കരിപ്പൊടിയുടെ ആർഭാട വിവാഹം, ഒരുപാട് ആൾക്കാർ ഒത്തുചേർന്ന ഒരു ആർഭാട വിവാഹം എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈനോട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആർഭാടം? കല്യാണ സമയത്ത് ഉപ്പ ഉണ്ടായിരുന്നില്ല, അപ്പൊ ആ ഒരു മിസ്സിംഗ് ഒക്കെ നന്നായിട്ട്. ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ അറിയാതെ കരഞ്ഞു. ലാസ്റ്റ് ഉപ്പ കിംസ് ആശുപത്രിയിലാണ് ഉപ്പ ഉണ്ടായിരുന്നത്. ഇന്ന് കൊറോണ സമയമാണ്. ഉപ്പ എന്നോട് അവസാനമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിലുപ്പ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഉമ്മാനെ നോക്കണോടാ, കാരണം ഉമ്മാക്ക് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്, നീ ഒന്നും പറയരുത്, നീ ഉമ്മാനോട് ദേഷ്യപ്പെടരുത്. ഞങ്ങളുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച, ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരാൾ ഞങ്ങളുടെ സന്തോഷങ്ങളിൽ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് വളരെ ഭീകരമായൊരവസ്ഥയാണ്. സ്റ്റേജിലേക്ക് ആര് കയറി വരുമ്പോഴും ഞാൻ ഭയങ്കരത്തിൽ വീക്കാവും. ഉപ്പാക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എൻ്റെ ഉപ്പ ഏറ്റവും വലിയ ആഗ്രഹിച്ചൊരു കാര്യമാണ് എൻ്റെ കല്യാണം. കല്യാണത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത ഒരു കാര്യം ഭക്ഷണമാണ്. നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആരാണ് എണീറ്റാൽ ഉടനെ ആദ്യം ഇങ്ങനെ ഫോണിൽ കുത്തുന്നത്? എനിക്ക് അന്നും ഇന്നും ഒരു നമ്മളിങ്ങനെ ഹൃദയം തൊടുന്ന ഒരു യാത്രയുണ്ടല്ലോ, അത് മൊസനഗുഡി വഴി ഊട്ടിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആർക്ക് ഏറ്റവും കൂടുതൽ മറവി? എന്റെ മറന്ന ഒരു ഇൻസിഡന്റ്? സ്ഥലത്തിന്റെ ആധാരം. ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ, ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലൂടെ. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഇപ്പോൾ കല്യാണത്തിന്റെ വീഡിയോസിന്റെ സമയത്ത് ഇപ്പോൾ പറഞ്ഞു ഉപ്പാനായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ കല്യാണ സമയത്ത് ഉപ്പ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ആ ഒരു മിസ്സിംഗ് ഒക്കെ നന്നായിട്ട്. ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ അറിയാതെ കരഞ്ഞു. ഞാനിങ്ങനെ എൻ്റെ ചാനലിൽ ഇതിങ്ങനെ ഒരു വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഉപ്പ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഉപ്പ ഉമ്മ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു സാധനമാണ്. ഞാൻ എന്തിലും പിടിച്ചു നിൽക്കും. ഉപ്പാൻ്റെ വിഷയം പറയുമ്പോൾ ഇമോഷണലി അത് എന്ത് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഓട്ടോമാറ്റിക്കലി അത് ആയിപ്പോവാണ്. കാരണം ഞങ്ങൾക്ക് എൻ്റെ ഉപ്പ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മ ഒരു മാനസികപരമായ അസ്വസ്ഥതയുള്ള ഒരാളാണ്. അപ്പോൾ ഉപ്പ എന്നാൽ ചില സമയങ്ങളിലൊക്കെയാണ്, ഇപ്പോൾ ഒരു വർഷത്തിൽ ഒരു 2-3 മാസമായിരിക്കും ഉമ്മ ഭയങ്കര വയലൻ്റ് ആവും. അപ്പം ഈ വയലൻ്റ് ആവുന്ന സമയത്ത് ഉപ്പ അത് സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യും. ഞങ്ങൾക്കത് കൺട്രോൾ ചെയ്യാൻ കുറേ പണിയുണ്ട്. ഇപ്പം എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഉപ്പ അത് കൺട്രോൾ ചെയ്യും. അപ്പോൾ ഉപ്പാൻ്റെ ഒരു ലൈഫിൽ ഉപ്പാക്ക് വേറൊരു വിവാഹം കഴിക്കാമായിരുന്നു, മറ്റൊരാളെ ചൂസ് ചെയ്യാമായിരുന്നു. ഉപ്പ ഒരിക്കലും മറ്റൊരാളെ ചൂസ് ചെയ്തില്ല എന്നുള്ളതാണ്. ഉപ്പ ഉമ്മക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിച്ചു. എൻ്റെ ഫാമിലി മൊത്തം എൻ്റെ ഉപ്പയെ റെസ്പെക്റ്റ് ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മയുടെ ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ഉപ്പ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. എന്തൊക്കെ ഉപ്പാൻ്റെ കയ്യിലുണ്ടോ അതൊക്കെ വിറ്റും ഉമ്മാനെ ചികിത്സിക്കാൻ പറ്റുന്നിടത്തെല്ലാം കൊണ്ടുപോയി ഉമ്മാനെ ചികിത്സിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് ഉപ്പ കിംസ് ആശുപത്രിയിലാണ് ഉപ്പ ഉണ്ടായിരുന്നത്. ഇന്ന് കൊറോണ സമയമാണ്. അപ്പോൾ ഉപ്പ ഇങ്ങനെ ബെഡിലുണ്ട്. അപ്പോൾ ഞാൻ ഇലക്ഷൻ ടൈമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ട്, അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഉപ്പാനെ നോക്കിക്കൊണ്ടുള്ള ഡോക്ടർ. അപ്പോൾ അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയിട്ട് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ നിന്നു. ഉപ്പാൻ്റെ അടുത്ത് നിന്നപ്പോൾ ഉപ്പ എന്നോട് അവസാനമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിലുപ്പ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഉമ്മാനെ നോക്കണോടാ, കാരണം ഉമ്മാക്ക് ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്, നീ ഒന്നും പറയരുത്, നീ ഉമ്മാനോട് ദേഷ്യപ്പെടരുത്, ഉമ്മാനെ നോക്കണം. അത് ഉപ്പാൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്നല്ല. എന്നിട്ട് ഞാൻ ഓഫീസിൽ പോകുന്നുണ്ട്. ഇതന്നെയായിരുന്നു ഉപ്പാൻ്റെ ചിന്ത. ഉപ്പാക്ക് വേറൊരു കാര്യമൊന്നുമില്ല, എങ്ങനെ ഉമ്മാനെ നോക്കാം, എങ്ങനെ ഞങ്ങളെ നോക്കാം. നമ്മുടെ എല്ലാ ആഘോഷങ്ങളിലും കാര്യങ്ങളിലും ഉപ്പ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച, ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിച്ച ഒരാൾ ഞങ്ങളുടെ സന്തോഷങ്ങളിൽ ഇല്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് വളരെ ഭീകരമായൊരവസ്ഥയാണ്. സ്റ്റേജിലേക്ക് ആര് കയറി വരുമ്പോഴും ഞാൻ ഭയങ്കരത്തിൽ വീക്കാവും. കാരണം പ്രായമുള്ള ആര് വന്നു കഴിഞ്ഞാലും എനിക്ക് അവിടെ പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയി പോകും. ആര് വന്നു കഴിഞ്ഞാലും, ഒരു പ്രായമുള്ള ഒരാൾ സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്.
ഉപ്പാന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്. ഞങ്ങൾ മാത്രമായിരുന്നു ചിന്ത. അവസാന ഘട്ടത്തിൽ ഉപ്പാക്കെല്ലാം പോയി. പിന്നെ നമ്മൾ തിരിച്ചു വന്നു. ഉപ്പാനെ നമ്മൾ നോക്കി. എല്ലാം ഉപ്പാൻ്റെ അവസാന സമയങ്ങളിൽ ഏതൊക്കെ രീതിയിൽ സന്തോഷിക്കാൻ പറ്റും അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു രംഗമാണ്. കാരണം അത് നമുക്കില്ലാത്തപ്പോഴേ അറിയൂ. അല്ലാതെ നമുക്കിപ്പോൾ ഒന്നും ഫീൽ ആവല. ഇപ്പം ഞാൻ ഉമ്മ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണെങ്കിൽ പോയി ഉമ്മനെ കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ച ഒരു ഉമ്മക്ക് കൊടുക്കും. ഉമ്മനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. ചിലപ്പോൾ ഉമ്മായിട്ട് തർക്കമൊക്കെ ഉണ്ടാവും. പക്ഷെ ഉമ്മനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇവരെ രണ്ടുപേരും ഒന്നിച്ച് കെട്ടിപ്പിടിക്കും. എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ എന്നെ ഭയങ്കര വേട്ടയാടുന്നുണ്ട് ഉപ്പാക്ക് ശേഷം. കാരണം ഞാൻ ഉപ്പാനെ അങ്ങനെ ഹഗ് ചെയ്യാറില്ല, ഇങ്ങനെ സംസാരിക്കും എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഉമ്മാനെ കാണുമ്പോൾ ഒന്ന് ഹഗ് ചെയ്യണം എന്ന് തോന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഉമ്മ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചൊരു ഹഗ്ഗൊക്കെ ചെയ്യും, ഒരു ഉമ്മക്ക് കൊടുക്കും. അത് എത്ര അവർ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതൊക്കെ യൂസ് ചെയ്യുക. അവരെ നമ്മളെ കൂടെ കൂട്ടുക, അവരെവിടെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നു അതൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. അവർ വിട്ടുപോയ സമയത്ത് വരെ ആശ്വാസം ഉണ്ടാവും. നമ്മൾ ഇത്രയൊക്കെ ചെയ്തല്ലോ. എനിക്ക് ഉപ്പ മരണപ്പെട്ടിട്ട് ഒരു നോമ്പിനാണ് മരണപ്പെടുന്നത്. ലൈലത്തുൽ ഖദർ എന്നൊക്കെ പറയുന്ന ഒരു സമയത്താണ് ഉപ്പ മരണപ്പെടുന്നത്. അപ്പം അന്ന് മരണപ്പെട്ടതിന് ശേഷം എനിക്ക് ഞാൻ ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു 10 ദിവസം. ഞാൻ വൈകുന്നേരം എപ്പോൾ ഉപ്പാൻ്റെ അടുത്ത് പോകും. ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ഞാൻ ഇന്നലെ ഒരു സ്ത്രീധന വിഷയം പറഞ്ഞു. ഖാദർ കുറേ സ്ത്രീധനം എന്നൊക്കെ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഷയം ഇങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉപ്പ ഞാൻ കരഞ്ഞുപോയി. വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഓട്ടോമാറ്റിക് കരഞ്ഞുപോയി. ഇപ്പം ഉപ്പാക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാതെ പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതന്നെയാണ് ഒന്നാമത്തെ മസ്റ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഉപ്പ ഏറ്റവും വലിയ ആഗ്രഹിച്ചൊരു കാര്യമാണ് എൻ്റെ കല്യാണം. ഉപ്പ 3 പേര്, എനിക്ക് 3 ജ്യേഷ്ഠന്മാരാണ്. എൻ്റെ മുതിർന്ന 3 പേരുടെ കല്യാണം ഉപ്പ കണ്ടിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ അവരൊക്കെ കണ്ടിരുന്നു. ഉപ്പാക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾക്ക് പെൺമക്കളില്ല. അപ്പം ഉപ്പ ഇങ്ങനെ പറയും. അപ്പം ഞാൻ ഇവളുടെ ഫോട്ടോ ഉപ്പ ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ ഞാനിങ്ങനെ ഉപ്പാക്ക് കാണിച്ചു കൊടുത്തായിരുന്നു. ഇതാണ് ഉപ്പ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെന്നൊക്കെ അതിന് മുമ്പ് കാണിച്ചായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചായിരുന്നു ഉപ്പാക്ക്, ഇത് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ആ പീക്ക് ലെവൽ എത്തിയിട്ടില്ല. നമ്മളിങ്ങനെ ചാറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പാട് തന്നെയാണ് നമ്മൾ റിലേഷൻ തുടങ്ങുന്നത്. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഒപ്പം ഈ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. എന്ത് പറ്റിയതായിരുന്നു അപ്പോൾ? ഉപ്പാക്ക് അതായത് ഈ എന്താ പറയുന്നത് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആണ് ലാസ്റ്റാണ് സ്ഥിരീകരിച്ചത്. അത് നമുക്കറിയില്ലായിരുന്നു. അത് ഈ എന്താ പറയുന്നത് ദഹനമില്ല. ഉപ്പാക്ക് പുറത്തു പോകുന്നതിനൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പുറത്തേക്കാണ് ഇത് ഇട്ടിട്ടുള്ളത്. അപ്പം അതിൻ്റെ സർജറി ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു ഹാർഡായിരുന്നു. കൊറോണ സമയമാണ്. അപ്പോൾ എവിടത്തേക്കും നമുക്ക് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം കാസർഗോട്ടുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കുറച്ചോ ആശുപത്രി വിഷയങ്ങൾ. ഞങ്ങൾ മാംഗ്ലൂരാണ് ആശ്രയിക്കാറ്. ഞങ്ങളത് വലിയൊരു സിറ്റിയാണ്, എറണാകുളം പോലെ തന്നെയുള്ള വലിയൊരു സിറ്റി. അപ്പോൾ അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. നമുക്ക് വെറും 40 കിലോമീറ്റേഴ്സ് ഉള്ളൂ. 3/4 മണിക്കൂറിൽ നമ്മൾ മാംഗ്ലൂർ എത്തും. പക്ഷെ അവർ അതിർത്തി അടിച്ചെറിഞ്ഞു. അവർ കേരളക്കാരാണ് കൊറോണ പടർത്തുന്നത് എന്നുള്ള ഒരു ധാരണയിൽ അവർ അതിർത്തി ബ്ലോക്ക് ചെയ്തു. നമുക്ക് വലിയ ചികിത്സയാണ് നിഷേധിക്കപ്പെട്ടത്. അന്ന് മെഡിക്കൽ കോളേജ് പോലെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ആർക്കോ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മെഡിക്കൽ കോളേജാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞില്ല. അങ്ങനെ നമ്മൾ അവിടെ ഹോസ്പിറ്റലിലാക്കിയതിന് ശേഷം നേരെ മാംഗ്ലൂരിലുള്ള എൻ്റെ ഈ ഹോസ്പിറ്റലിൻ്റെ MD എൻ്റെ സുഹൃത്താണ്, പ്രസാദ് മേനോൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പ്രസാദ് പറഞ്ഞ് നമുക്ക് അവിടെ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അയാളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ട് അയാളാണ് ഈ സർജറി ചെയ്യുന്നത്. കാർത്തിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡോക്ടർ. അയാൾ വളരെ നന്നായിട്ട് ചെയ്തു. അയാൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നു. ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പക്ഷെ ഇതായില്ല എന്നേ ഉള്ളൂ. നമുക്ക് കല്യാണത്തിലേക്ക് വരാം. കല്യാണം എന്ന് പറയുമ്പോഴേക്കും ഇപ്പം ഈ പറഞ്ഞ പോലെ ട്രെൻഡിങ്ങും ഫുൾ ട്രെൻഡായിട്ട് നിൽക്കുകയാണ് റിസപ്ഷൻ. അപ്പം വിളിച്ച എല്ലാ അതിഥികളും എത്തിയിരുന്നോ കല്യാണത്തിന്? ഇതിലേറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ഷണിക്കാൻ മറന്നുപോയ ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രതീക്ഷിക്കാത്ത അവർ സെലിബ്രിറ്റികളും കൂടിയാണ്. അതാണ് ഏറ്റവും, ഞാൻ പേരൊന്നും പറയില്ല, പക്ഷെ ഞാൻ വിളിക്കാൻ മറന്നുപോയ ആളുകളാണ്. അവരെന്നോട് വേദിയിൽ വന്നിട്ട് മറന്നുപോയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരുപാട് ആളുകൾ പങ്കെടുത്തൊരു കല്യാണമാണ്. ഞാൻ എൻ്റെ സർക്കിളിൽ മാത്രം വിളിച്ചൊരു കല്യാണമാണ്.
അതായത് എൻ്റെ നാട്ടുകാർ ഒരു ഏകദേശം ഒരു 4000 മുതൽ 5000 ആളുകൾ വരെ പങ്കെടുത്തൊരു വലിയ കല്യാണം റിസപ്ഷനാണ്. പക്ഷേ നേരെ വിളിച്ചു കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടാവും. എൻ്റെ സർക്കിളിൽ മാത്രം വിളിച്ചതാണ്. ഇപ്പോഴും കംപ്ലൈൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, വിളിച്ചില്ല, വന്നില്ല. വിളിക്കാതെ വന്ന കുറേ ആളുകളുണ്ടല്ലോ, അവർ ഭയങ്കര സംഭവമാണെന്നാണ് എനിക്ക് പറയാം. അവർ സ്റ്റേജിൽ വന്നിട്ട് കൈ എന്നിട്ട് എന്നോട് 2-3 ആൾക്കാർ നല്ല പതിയെ പറയാണ്, വിളിച്ചില്ല പക്ഷെ ഞങ്ങൾ വന്നു. അതല്ലേ ഹീറോയിസം. ഞാൻ വിളിക്കാൻ മറന്നത് എൻ്റെ പ്രശ്നമാണ്, പക്ഷെ അവർ വരാൻ മറന്നില്ല എന്നുള്ളതാണ്. അതെന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് പിണക്കവും കാണിച്ചിട്ട്. പിന്നെ എനിക്ക് കല്യാണത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത ഒരു കാര്യം ഭക്ഷണമാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എല്ലാവർക്കും നല്ല ഫുഡ് കൊടുക്കുക, നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു 7 മണിക്ക് വന്ന ഒരാൾക്കും 11 മണിക്ക് വരെയുള്ള ഒരാൾക്കും ഒരേ രീതിയിൽ ഭക്ഷണം കിട്ടുക, ആ സംവിധാനം ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അഭിപ്രായം എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് കിട്ടിയിരുന്നു. അതെ, നമ്മളും അത് കേട്ടായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എല്ലാ ആൾക്കാരും. അത് ചെയ്യണം. നമ്മളിവിടെ കുറേ ആളുകൾ കല്യാണം കഴിക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം അവർക്ക് നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്, അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. നമ്മൾ ഈ ബാക്കിയുള്ള സാധനത്തിന് ചെലവിടുകയല്ല വേണ്ടത്. ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുക, അവരെ നല്ല ഹാപ്പി ആക്കി വിടുക. നമ്മളുടെ ക്ഷണം സ്വീകരിച്ചിട്ട് വരുന്ന ഒരു അതിഥിയെ നല്ല രീതിയിൽ സൽക്കരിക്കാൻ പഠിക്കുക. അല്ലാത്ത ആള് ഇനി ജനപ്രതിനിധിയായിട്ടും കാര്യമില്ല, ഒന്നുമായിട്ട് കാര്യമില്ല. പലയിടത്തുനിന്ന് ഞാൻ കേട്ട കാര്യങ്ങളാണ്. പല പ്രമുഖരുടെയും കല്യാണത്തിന് പോയിട്ട് ഭക്ഷണമില്ല. ഇപ്പം അതിൽ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യം ആ ഒരു വിവാഹത്തിന്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് വളരെ സുന്ദരിയായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും സുന്ദരൻ എന്നുള്ള പരാമർശമില്ല, സുന്ദരിയും സുന്ദരനുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല. നമ്മളെ കാസർഗോട്ടുകാരുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ ഡ്രസ്സിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പം എൻ്റെ കസിൻ്റെയാണ് ആ ഷോപ്പ്, ആഷി എന്ന് പറയും, റോച്ച് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവർ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന എൻ്റെ നിക്കാഹിന് അവരാണ് ചെയ്തത്. അതേപോലെ റിസപ്ഷന് അവർ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് അവർ റെഡിയാക്കി വെച്ചൊരു കോസ്റ്റ്യൂമാണ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഞാൻ രാത്രി ഒരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് അതിലും ഭയങ്കര തൃപ്തനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ് കളർ സ്യൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിലും എനിക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഐ ആം ഹാപ്പി. ലാസ്റ്റ് ഫൈനലി നിങ്ങൾ കണ്ടാണല്ലോ, ഭയങ്കര ഹാപ്പിയാണ്. കല്യാണത്തിൽ ഇപ്പം നമ്മള് ഇപ്പൊ നല്ല അടിപൊളി കല്യാണമായിരുന്നു, ഭക്ഷണ കാര്യങ്ങളെല്ലാം ഒക്കെ ആയിരുന്നു. പക്ഷെ എന്നാൽ പോലും ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സ്ഥലത്ത് നമ്മൾ കണ്ടു ഖാദർ കരിപ്പൊടിയുടെ ആർഭാട വിവാഹം, ഒരുപാട് ആൾക്കാർ ഒത്തുചേർന്ന ഒരു ആർഭാട വിവാഹം എന്ന് പറഞ്ഞ ഒരു ടാഗ് ലൈനോട് കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതിനോട് എങ്ങനെയായിരുന്നു? എന്താണ് ആർഭാടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അടിച്ചുപൊളി, ഒരുപാട് സ്വർണം, സൽക്കാരം, അങ്ങനെ ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത വളരെ അടിച്ചുപൊളിച്ച് നടത്തിയിട്ട് അല്ലേ. ഇന്ന് എന്താണ് ആർഭാടമല്ലാത്തത്? എല്ലാ ആർഭാടമാണ്. മതവിശ്വാസികളുടെ പരിപാടികൾ, ഇപ്പൊ മുസ്ലിങ്ങളുടെ ഉറൂസ്, അമ്പലങ്ങളിലെ ഉത്സവങ്ങള്, പള്ളിപ്പെരുന്നാളുകൾ, ഇതൊക്കെ ആർഭാടമല്ലേ? പക്ഷെ ഇതൊന്നും ആരും ആർഭാടം എന്ന് പറയാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലാത്തതുകൊണ്ട് ആൾക്കാർ ആർഭാടം എന്ന് പറയില്ല. ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടം ആളുകളുടെ പരിപാടിയാണ്. അപ്പോൾ അതിൽ നാളെ നമ്മൾ നടത്തേണ്ടല്ലേ, നമ്മളെ മതവിശ്വാസികൾ ആ പരിപാടി നടത്തേണ്ടതല്ലേ എന്നുള്ള ലേബിളിൽ ഇതൊക്കെ ആർഭാടങ്ങളല്ലാതെ പോകുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആർഭാടങ്ങൾ പാടില്ല എന്നും നല്ല രീതിയിൽ ജീവിക്കണമെന്നും പറഞ്ഞിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഈ 3 മതവിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ്. എന്നിട്ട് അവർ ആർഭാടം നടത്തുന്നുണ്ട്. അത് വിമർശനത്തിന് അതീതമേ ആകുന്നില്ല. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് വ്യക്തിയുടെ പ്രശ്നമാണല്ലോ. എന്നാൽ പറഞ്ഞേക്കാം, ഞാനുള്ളത് പറയാം. ഇത് ഞാൻ ആഗ്രഹിച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ്. എനിക്ക് ഇങ്ങനെ ആകണം. ഞാൻ ആരുടെയും കടം വാങ്ങിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എൻ്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, പൊതുജനങ്ങൾക്ക്, എൻ്റെ നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹോസ്പിറ്റൽ കേസുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ, ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നതൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ആർഭാടമായിട്ട് ഞാൻ കാണുന്നില്ല. ധൂർത്ത് എന്ന് പറയുന്ന കുറേ ആൾ ധൂർത്ത് എന്ന് പറഞ്ഞു. എന്താണ് ഈ ധൂർത്ത്? ഞാൻ ഒരു കല്യാണത്തിന്റെ ധൂർത്തിന്റെ ഡെഫിനിഷൻ കാണുന്നത് ഭക്ഷണം പാഴാക്കുക എന്നുള്ളതാണ്. എൻ്റെ അവിടെ ഞാൻ സത്യം പറയാണ്, ഞാൻ കല്യാണത്തിൻ്റെ അന്ന് രാത്രി എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ വസ്ത്രം മാറ്റി ഞാനൊരു ഷർട്ടൊക്കെ ഇട്ടിട്ട് നേരെ പോയത് കിച്ചൻ്റെ ഭാഗത്തേക്കാണ്. സത്യമാണ്, എൻ്റെ കൂട്ടുകാരോട് ചോദിക്കാം, നേരെ കിച്ചൻ്റെ ഭാഗത്ത് പോയതാണ്.
അവിടെ പോയപ്പോൾ ഒരു ചെമ്പിൽ ഫാക്ട് കുറച്ച് ചോറ്, ചൂട് ചോറ് കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാൻ പറ്റും, നല്ല ചോറാണ്. ആദ്യം ഞാൻ കുറച്ച് അവിടെ മട്ടൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ കുറച്ച് പേര് കഴിച്ചിട്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഈ രാത്രി ചെക്കനെ കൊണ്ട് കുറച്ചൊരു 1.5 മണിക്കൂറൊക്കെ കറങ്ങുന്ന പരിപാടിയാണ്. ഞാൻ പറഞ്ഞു എന്തും ചെയ്യാം, ഇതിലൊരു തീരുമാനമാക്കിയിട്ട്. അപ്പോൾ തന്നെ നമ്മൾ പാക്ക് ചെയ്ത് അതിനൊരു തീരുമാനം ഉണ്ടാക്കി. നമ്മളെല്ലാവരും വീട്ടിൽ കൊണ്ടുപോയി. 25 പേരുണ്ട് നമ്മള്. പിന്നെ എൻ്റെ സുഹൃത്തിന്റെ വീട്ടിലും എത്തിച്ചു. ആ രാത്രി 2 മണിക്ക് ചെയ്ത പരിപാടിയാണ്. ഒന്നും ഒരു സംഭവം ചെയ്യാം, അങ്ങനെ പാഴാക്കില്ല. വേസ്റ്റായ ഭക്ഷണമല്ല, നമ്മൾ അതിന് കൃത്യമായ പരിഹാരം ഉണ്ടാക്കിയ ചൂട് ചോറ്, അതിലേക്ക് സാധനങ്ങളൊക്കെ റെഡിയാക്കി. ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ചോദിക്കാം. വീട്ടുകാരോട് പറയാതെ ആദ്യമായിട്ട് പോയ സ്ഥലം? പോയിട്ടില്ലെന്നാണോ? അപ്പൊ പോയിട്ടുണ്ട്, എഴുതിക്കോ. ഇൻഫോം ചെയ്യാതെ വീട്ടിലൊന്നും അറിയില്ല, പക്ഷെ പോയി. ഇല്ല, അറിയോ? അറിയാതെ പോയിട്ടില്ല. എന്നാ അത് സ്കിപ്പ് ചെയ്യാം, അടുത്ത ചോദിക്കാം. ഫാക്റ്റ് ആട്ടോ, വീട്ടിൽ പറയാതെ പോയിട്ടില്ല. ഇവളുടെ ഉമ്മാനോട് പറയാതെ ഇവളും വരാറില്ല. ഞാൻ എൻ്റെ ബ്രദറിനോട് പറയാതെ, എനിക്കൊരു ബ്രദർ ഉണ്ട് എൻ്റെ നേരെ മുകളിൽ, അപ്പൊ അവനോട് പറയാതെ ഞാൻ എവിടെയും പോവില്ല. ഓക്കെ, എന്നാ അടുത്ത ചോദിക്കാം. അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ആദ്യമായിട്ട് ഒന്നിച്ച് കണ്ട സിനിമ? എല്ലാ സിനിമയും കാണാറുണ്ടോ? അങ്ങനെ ഇടക്കിടക്ക് പോയി കാണും. പ്രേമലു കാണാനുള്ള പ്ലാനിലായിരുന്നു, പക്ഷെ വർക്കൗട്ട് ആയില്ല. പോണം. ആദ്യമായിട്ട് കണ്ട 1 വർഷം മുന്നേ ഇറങ്ങിയ ആ സമയത്ത് തന്നെ ഓൺ ദ ടൈം 3 പടങ്ങൾ റിലീസായിട്ടുണ്ട്. അതിലേതോ ഒന്നാണ്. ആ ക്ലൂ കൊടുക്കരുത്. നൈസായിട്ട്. മലയാള സിനിമ ആയിരിക്കല്ലോ. എന്നാ പിന്നെ സിനിമ പേരും കൂടെ ചോദിക്കും. നായകൻ കൊള്ളാം, നല്ല നായകനാണ്. ഒരു ക്ലൂ തരാം ഞാൻ. കൊടുക്കോ? ഒരു ക്ലൂ തരാം. പടത്തിന് 3 അക്ഷരങ്ങളേ ഉള്ളൂ. കുഞ്ഞിപ്പടം. പടത്തിന് 3 അക്ഷരങ്ങളേ ഉള്ളൂ. പക്ഷെ ഇന്നേ വരെ അയാൾ ചെയ്ത വേഷങ്ങളിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ അതിനുശേഷം ഒരു പടത്തിന് പോയായിരുന്നു, നമുക്ക് അത്ര രസമായില്ല. പക്ഷെ ഈ പടം ഭയങ്കര വേറൊരു ക്ലൂ കൂടി കൊടുത്തോടെ. ഒരു പോലീസ് ഓറിയന്റഡ് മൂവിയാണ്, ഡബിൾ റോൾ. മനസ്സിലായി. ഇത്രയായിട്ട് സിനിമയുടെ പേര് പറഞ്ഞു. അതന്നെ എനിക്ക് മനസ്സിലായി. ജോർജിന്റെ അല്ലേ? ഇരട്ട. ഉദ്ദേശിച്ചു, പക്ഷെ അതന്നെ എനിക്ക് കഥ പറയാം. എന്തൊരു സിനിമയല്ലേ അറിയിച്ച വിജയം കിട്ടിയില്ല അതിന്. അതെ, എന്ത് പടം. പോയിന്റ് കൊടുക്കണോ? അതിന് കൊടുക്കാലോ. ഓക്കെ, അടുത്തത്. പ്രപ്പോസ് ചെയ്തില്ലല്ലോ അല്ലേ, കുഴപ്പമില്ല. കാദർഗ അച്ചീവ് ചെയ്തതിൽ ഒരു ബിഗ്ഗസ്റ്റ് ഗോൾ? രണ്ടാളും എഴുതണം. എന്താ എഴുതാത്തെ? ആയിരിക്കും, എഴുതിക്കോ. എന്താ? ഹോം. എന്തെഴുതിയ കാണിക്കേ? ഞാൻ അൽഫിന്നാണ്. കാരണം ഞാൻ ഇത് തള്ളിയൊന്നുമല്ല. എനിക്ക് നിങ്ങളിപ്പോൾ പറയുന്ന പോലെ കുറേ ഓപ്പോസിറ്റ് വശങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര കംഫർട്ടാണ്. ഇയാളുടെ അടുത്ത് എത്തുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടാകുന്നുണ്ട്. വീട് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം, അവൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ പിള്ളേരുടെ അടുത്ത് ഭയങ്കര കംഫർട്ടാണ്. അത് ചിലപ്പോൾ നമ്മൾ ഒരേ രീതിയിലുള്ള ആൾക്കാരായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ആകില്ലായിരുന്നു. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഇത്.
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കും. അപ്പൊ അതിമേ കയറി പിടിക്കും. ഇതായിരുന്നു എൻ്റെ ട്രാവലിംഗ്. എനിക്ക് ഭയങ്കര യാത്ര ചെയ്യുമ്പോൾ ഒരു സാധനം ഇട്ട് കൊടുക്കും. അത് എനിക്ക് യാത്ര ഉറങ്ങാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനവും ഞാൻ അടക്കി വെക്കും. എക്സാമ്പിൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം ഞാൻ എന്നെ അങ്ങ് ഇട്ട് കൊടുക്കും. അത് പിടിച്ച് തൂങ്ങിയിട്ട് അവിടെ എത്തുമ്പോൾ ഞാനത് സോൾവ് ചെയ്യും. അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും രാത്രി റൺ ചെയ്യുമ്പോൾ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ്, നിങ്ങൾ ആരാ ഏറ്റവും പൊസസീവ്? ബോത്ത്. പൊസസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ടോക്സിക് അല്ല, എന്നാലും ആണോ? ഇവൾക്ക് ഇവളുടെ പ്ലേസിൽ എപ്പോഴും ഉണ്ടാവണം. അത് ഇവൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇവളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം എന്ന് ഇവൾ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഉണ്ട് ചില സമയങ്ങളിൽ ചെറുതായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ആൽഫിയുടെ ഫേവറേറ്റ് കളർ? ആൽഫിയുടെ കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഇല്ലേ? ഇല്ല, ബ്ലാക്ക് ആയിരിക്കും. എന്നാ വേണ്ട, വേറെ ചോദിക്കാം. ആൽഫിക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലം? അതൊന്നുമില്ല എനിക്ക്. എന്തെങ്കിലും ഉണ്ടോ? പ്ലീസ്. ഫാക്റ്റ് ആണ്. ഇപ്പൊ നമ്മള് ഹണിമൂൺ പോവാൻ പ്ലാൻ ചെയ്യുമല്ലോ. ഇവക്ക് ഹണിമൂൺ പോവാനുള്ള ഒരു, ഇപ്പൊ നമ്മളെവിടെ പോണം നിങ്ങൾ തീരുമാനിക്കും. അങ്ങനെ ഒരു വൈബിലുള്ള ഒരാളാണ് നിങ്ങൾ. ആദ്യമായിട്ട് കാണുന്ന ഒരാളായിരിക്കും ഇങ്ങനെ ഒരു വൈബ്. എനിക്കിഷ്ടവും ഇത് തന്നെയാണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. തലച്ചൂടി ഇപ്പൊ നമ്മളിപ്പോ പ്ലാൻ ഇട്ടിട്ടുള്ളത് നമുക്ക് ഡൽഹി പോവാ, UP പോവാ, അതുവഴി അങ്ങോട്ടെല്ലാം പോവാ, നമുക്ക് ഇന്ത്യന്റെ കുറെ കാര്യങ്ങൾ കാണാം. നോ ഒബ്ജക്ഷൻ. ഓക്കെ, സൂപ്പർ. പക്ഷെ ഇവൾക്ക് വേറെ കാര്യമുണ്ട്. ഇവൾക്ക് കാറിൽ പോകാൻ ഇഷ്ടമല്ല, KSRTC ബസ്സിൽ പോകണം. ആണോ? ഇവൾക്ക് കാറിൽ പോകാൻ എന്റെ മസ്താനി ഇവള് പറയുന്നത് എന്താ അറിയോ? ഹണിമൂൺ അല്ലാന്ന് പറഞ്ഞില്ലേ, ഇവള് ഗവിക്ക് KSRTC പോവാന്ന് പറഞ്ഞതാ എന്നോട്. നമുക്ക് നിങ്ങൾ വണ്ടി KSRTC പോവാ. ഞാൻ KSRTC ഭയങ്കര രസമുള്ള യാത്രയാണ്. ഹണിമൂൺ KSRTC പോകുന്നുള്ളൂ. KSRTCക്ക് പരസ്യമായി. എന്തുണ്ട് ഇഷ്ടം? എനിക്ക് കാറിനേക്കാൾ ഇഷ്ടം ഇങ്ങനെ ബസ്, അങ്ങനെയൊക്കെ സൈഡ് സീറ്റിൽ, വിൻഡോ സീറ്റിലിരുന്ന് എല്ലാവരായിട്ട് സംസാരിച്ച് നമ്മൾ മാത്രമല്ലോ എല്ലാവരെയും പരിചയപ്പെട്ടു പോകാലോ ബസ്സില്. സൂപ്പർ. ഓക്കെ, കാദർകാട് ഡ്രീം കാർ? അങ്ങനെയൊന്നുമില്ല. ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല. ഇടക്കിടക്ക് കാർ മാറ്റാണ് പ്രത്യേകിച്ച്. ഓക്കെ, കാദർകാട് ഡ്രീം. അതല്ല, കാർ എഴുതിയാ മതിയായിരുന്നു. എനിക്ക് അങ്ങനെ എനിക്ക് ഞങ്ങൾ ഇന്നലെ വരുമ്പോ തീരുമാനിക്കാം. ഇന്നലെ ഞങ്ങൾ ഇങ്ങനെ കാറിൽ വരുമ്പോ ഇപ്പൊ കാറിന്റെ കാര്യം ചോദിച്ചു. ഞാൻ ഒരു വർഷത്തിൽ ഇപ്പൊ 4 വണ്ടിയോളം ഉപയോഗിച്ചിട്ടുണ്ടാവും. 4 വാഹനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. പിന്നെ എൻ്റെ ബ്രദർ ആണെങ്കിൽ കാറിന്റെ തലവനാണ്. അവന്റെ കയ്യിൽ ഒരു വണ്ടികൾ ഉണ്ടാവും. ഇതൊക്കെ എന്റെയും കൂടി വണ്ടികളാണ്. ഞങ്ങൾ എങ്ങനെ ഉപയോഗിച്ചു. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തന്നെ 1, 2, 3, 4, 5 വണ്ടികളുണ്ടാവും. ഞാനും ബ്രദറും മാത്രം ഉപയോഗിക്കുന്നത് 5ഓളം വണ്ടികളുണ്ടാവും. അങ്ങനെ വണ്ടികളുടെ ശേഖരണം ഉണ്ടാവും. നമുക്ക് അത് മാറും. ആ വണ്ടി പോകും, വേറെ വണ്ടി എടുക്കും. അങ്ങനെ. ഓക്കെ, അപ്പൊ ഡ്രീം കാർ ഇല്ല. അടുത്ത ചോദിക്കാം, ആൽഫിയുടെ കയ്യിലുള്ള ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് ഐറ്റം? എക്സ്പെൻസീവ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഐറ്റം എന്താണെന്ന് എന്തെന്ന് പറഞ്ഞാൽ മതി. എപ്പോഴും കൊടുത്തതാണ്? അതൊന്നും പറയണ്ട. എന്ത് സാധനം? ഇപ്പൊ ഐലൈനർ ആണോ, ലിപ്സ്റ്റിക് ആണോ, കോമ്പാക്ട് ആണോ, ഫൗണ്ടേഷൻ ആണോ, മസ്കാര ആണോ? അത് പറയാൻ പറ്റും. ഒരു സാധനമാണ് അത്. നീ എപ്പം പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം. അതല്ലപ്പാ. ഏതാ? എനിക്കതിന്റെ വില അറിയില്ലായിരുന്നു.
ഇവൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇതുപോലത്തെ സാധനം ഒന്നും യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല, ലിപ്സ്റ്റിക് ആ ടൈപ്പ് ലിപ്സ്റ്റിക്. ഞാൻ മോളിന് വാങ്ങിക്കൊടുത്തതാണ്, മാംഗ്ലൂരിന് വാങ്ങിക്കൊടുത്തതാണ്. അപ്പോഴാണ് എനിക്ക് അത് ഇത്ര കോസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. ഏത് ബ്രാൻഡാ? ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിയാം. ഇപ്പുണ്ടോ? പക്ഷെ ഇവള് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാ, എനിക്ക് അതാണ് ഓർമ്മയുള്ളത്. ലിപ്സ്റ്റിക് എന്താ എഴുതിയ? എക്സ്പെൻസ് ഉള്ള സാധനം ഞാൻ യൂസ് ചെയ്യണില്ല സത്യം. ഇല്ല. എന്താ എഴുതിയപ്പോ? ഞാൻ ഒന്നും എഴുതിയില്ല. അല്ല എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവള് പറയുന്നതാ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇതൊക്കെ എപ്പോഴും കാണുന്നുണ്ട്. ആ ഇവളെപ്പോഴും കാണുന്നത് എന്നോട് നിങ്ങൾ എന്തിനാ ഇത്ര വില, ഞാൻ പറഞ്ഞല്ലേ ഇവള് അങ്ങനെ ഒരു ക്യാരക്ടറാ, നിങ്ങൾ എന്തിനാ ഇത്ര പൈസ കൊടുത്ത് വാങ്ങുന്നത്? പിടുത്തുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂർക്കം വലി? അതില്ല. 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 ഇല്ല. അതെല്ലാവർക്കും ഉണ്ടാവോ? ചിലവർക്ക് ഉണ്ടാവല്ലോ. ഇല്ല, കൂർക്കം വലി ഇല്ല. ശരിയില്ല കേട്ടോ, ഫാക്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരാണ് എണീറ്റാൽ ഉടനെ ആദ്യം ഇങ്ങനെ ഫോണിൽ കുത്തുന്നത്? കറക്റ്റ് ആണ്, ഞാൻ തന്നെ. അതിലൊന്നും തോന്നുന്നതല്ല. കാരണം അതിന് റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ എന്റെ റീസൺ നീ എന്നെ പറഞ്ഞു. റീസൺ എന്തെങ്കിലും ഉണ്ടാവും. കിടക്കാൻ നേരത്തേക്കാ ഞാൻ ഇപ്പൊ ഫൈൻ വെച്ചിട്ടുണ്ട്. ആണോ? അതുണ്ട്. എനിക്ക് ഫൈൻ ഉണ്ട്. എത്ര രൂപ? 1000 ഞാൻ വെച്ചത്. 200 ഒതുങ്ങി. 200 ഫോൺ യൂസ് ചെയ്താ? ഫോൺ യൂസ് ചെയ്ത്, അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്താൽ 200, കിടക്കാൻ നേരത്ത് യൂസ് ചെയ്താൽ 200. ശരിയാവല്ലോ. അതെ, ബിസിനസ്. ഇവള് അത് സമ്പാദിച്ചിട്ട് വേണം എനിക്ക് KSRTC ഗവിക്ക് പോവാൻ. ഞാൻ കളു പറഞ്ഞല്ല, ഇതാണ് ഇവളുടെ സ്വപ്നം, KSRTC ഗവിക്ക് പോകണം. എന്തൊക്കെയാണ് എനിക്ക് റീല് കൊറേ വന്നിട്ടുണ്ടേ, അതാണ് അല്ലെ അട്രാക്ട് ചെയ്തേ. വെളുപ്പിന് തണുപ്പത്ത് KSRTC. എനിക്ക് അന്നും ഇന്നും ഒരു നമ്മളെ ഇങ്ങനെ ഹൃദയം തൊടുന്ന ഒരു യാത്രയുണ്ടല്ലോ, അത് മൊസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്നത്. അല്ലത് കേവലം ഒരു ട്രോളല്ല, സീരിയസ് ആയിട്ട് ഫാക്ട് അതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതേ വഴി പോകുമ്പോൾ. എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ മൊസനഗുഡി വഴിയല്ല ഊട്ടി പോയത്. എന്താണ് ഇവള് ഞാൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ആ യാത്ര, മൊസനഗുഡി വഴി ഊട്ടി. ആൾക്കാരെ ട്രോളെങ്കിൽ പോലും നിങ്ങൾക്ക് ഇഷ്ടമല്ല ഇതിന് പോകാൻ? ഞാൻ പോയിട്ടില്ല. ഇല്ല, പോണം. കാരണം എനിക്ക് ഭയങ്കര രസമാണ്. ഞാൻ അങ്ങനെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഞങ്ങളെ UK വിളിച്ചു. അപ്പോൾ എന്നൊരു കുറച്ച് പ്രോസസ്സ് ഉണ്ട്, പക്ഷെ ഞങ്ങളത് നിരസിച്ചു എന്നുള്ളതാണ്. താല്പര്യമില്ല, ഞങ്ങൾക്ക് ഇന്ത്യ കാണണം. അത് കഴിഞ്ഞിട്ട് നമ്മളായി ചിലപ്പോ പോയി എന്ന് വന്നേ, പക്ഷെ ഞങ്ങൾക്ക് ഇന്ത്യ കാണണം. ഉത്തരേന്ത്യയിൽ കുറെ പോകാനുണ്ട്, അവിടെയൊക്കെ പോയിട്ട് ഇന്ത്യനെ കാണണം. ഇന്ത്യ കണ്ടിട്ട് നമ്മളെ രാജ്യമാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. കാണാൻ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നമ്മളെ രാജ്യത്തുള്ളത് പോലെ വേറൊരു സ്ഥലത്തും ഒരു സംഭവമില്ല. നമ്മൾ ആദ്യം കൊടുക്കേണ്ട ഫാക്ട് അതാണ്. ഒരു IAS ഓഫീസറിന് IPS ഓഫീസറിന് ആദ്യം നമ്മുടെ രാജ്യമാണ് ചുറ്റി കാണിച്ചു കൊടുക്കുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം കണ്ടാൽ മതി, ഓന് സെറ്റാവും. നമ്മുടെ രാജ്യം കാണാൻ എന്തൊക്കെ ഇവിടെ ഉണ്ടറിയോ? തണുപ്പിന് തണുപ്പുണ്ട്, ചൂടിന് ചൂടുണ്ട്, മിതമായ ക്ലൈമറ്റ് ഉണ്ട്, മഴക്ക് മഴ, എപ്പോഴും മഴ വരുന്ന സ്ഥലങ്ങളുണ്ട്. എല്ലാം ഇല്ലേ രാജ്യത്ത്? രാജ്യം വിട്ടു പോകുന്നത്. ഞാൻ അതിൽ കുറച്ച് ദേശീയവാദിയാണ്. അതില് മാത്രം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആർക്കാ ഏറ്റവും കൂടുതൽ മറവി? ആർക്കാ? എന്റെ ഭയങ്കര മറവിയാ? മറവി എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര മറവിയാണ്. ഇക്ക മറന്ന ഒരു ഇൻസിഡന്റ് എന്നാലും ഓർത്തിരിക്കുന്ന വലിയൊരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, എനിക്ക് ഓർമ്മയില്ലേ? അതെനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ വീടിന്റെ ആധാരം. ഞാന് എൻ്റെ വീടിന്റെ അല്ല, എൻ്റെ സ്ഥലത്തിന്റെ ആധാരം. എൻ്റെ സ്ഥലത്തിന്റെ ആധാരം ഒരു 4-5 ദിവസമായിട്ട് കാണുന്നേ ഇല്ല. ഞാൻ എങ്ങനെയാ ഇവളോട് പറയണേ? സ്ഥലത്തിന്റെ ആധാരം ഞാൻ ആരോട് പറഞ്ഞില്ല. സ്ഥലത്തിന്റെ ആധാരം എവിടെ പോയിപ്പോ അങ്ങനെ ഞാനിങ്ങനെ അന്വേഷിച്ചു, കിട്ടണേ ഇല്ല. അങ്ങനെ എവിടെ വെച്ച് മറന്നതാണ്. ലാസ്റ്റ് ഞങ്ങളുടെ ഒരു കപ്പാട്ട് എന്ന് പറയും. കപ്പാട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കബോർഡിന്റെ താഴെ ഉണ്ടായിരുന്നു. കിട്ടി, അവിടെ വെച്ച് മറന്നു. സൂപ്പർ. പൈസ മറക്കും, പാഡ്സ് മറക്കും, ഫോണ് മറക്കും, ഭയങ്കര മറവിയാണ്. പക്ഷെ ഞാനൊരു വിഷയത്തിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ആ വിഷയം കറക്റ്റ് കീപ്പ് ചെയ്ത് പോയാൽ അത് ജീവിതത്തിൽ മറക്കില്ല.
അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ മറ്റു ചില എനിക്ക് പാഡ്സ് മറവി, വണ്ടിയുടെ ചാവി മറവി, മറവിയുടെ ആശാൻ. ഓക്കെ, അടിപൊളി. അങ്ങനെയാണെങ്കിൽ ഇക്കൂട്ടത്തിൽ ആർക്കാണോ ഒരു പിരി ലൂസ് ആയിട്ടുള്ളത്? ആണോ? എന്തേ? ഇതൊക്കെ ഒരു പിരി ലൂസായിട്ടും തോന്നുന്നുണ്ട്. ഇനി ഇതെന്താണെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കാനാണ്. ഇതെന്തപ്പോ ഇങ്ങനെ ആർക്കും മനസ്സിലാവുന്നില്ല. ആഡംബരം എന്നല്ല ആ വേർഡ് ഉപയോഗിക്കുന്നില്ല ഞാൻ, വേറെ എന്തെങ്കിലും ലക്ഷറി, അങ്ങനെ ഒരു ലൈഫ് പാറ്റേൺ ഇവൾ ഇഷ്ടപ്പെടുന്നില്ല. സിമ്പിൾ, അവള് സിമ്പിളായി പോയാൽ മതി, സിമ്പിളായി ജീവിച്ചാൽ മതി. എന്നോട് പറയും നിങ്ങൾ ഈ പണിയൊക്കെ വിടണം, നിങ്ങളുടെ കല്ലറച്ചിലൂടെ കുറച്ച് ബിസിനസ് കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കണം, നിങ്ങള് കൃഷി ചെയ്ത് ജീവിക്കണം. നമുക്ക് കൃഷി ചെയ്ത് എൻ്റെ വീടിന്റെ പിന്നിൽ കുറച്ച് സ്ഥലമുണ്ട്, നിങ്ങൾ ആ സ്ഥലം എടുക്കണോ, എന്നിട്ട് നമുക്ക് അവിടെ കൃഷി ചെയ്തിട്ട് നമുക്ക് 2 പേർക്ക് ജീവിക്കാം. അവിടെ പക്ഷികള് സാധനങ്ങളൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, ഇങ്ങനെ പക്ഷികള് ഇതിനൊക്കെ വളർത്താം. എന്താ അങ്ങനെ തോന്നി? എന്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ മാറിയില്ലേ ഫുള്ള്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടം. വയലും പാടവും കണ്ടാ പിന്നെ തുടങ്ങും. എന്റെ വാപ്പി എനിക്ക് തൂക്കുപാട്ടയില്ലേ, അതില് ചോറ് കൊണ്ടുവന്ന് ഇവളുടെ അവർക്ക് പണിക്കാരുണ്ടാവില്ല, അവർക്ക് ഇങ്ങനെ ഫുഡ് കൊണ്ടുപോകുമ്പോ വരുമ്പത്തിരുന്ന് കഴിക്കണതും അതൊക്കെ ഓർക്കുമ്പോ നല്ല രസം. അല്ല, അല്ലെങ്കിൽ അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഞാൻ എൻ്റെ വീട് പണി നടക്കുന്ന സമയത്ത് എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ കുറെ ആൾക്കാർ വരുമല്ലോ, ഞാനിങ്ങനെ വെറുതെ ഇൻസിഡന്റ് ആയിട്ട് അവിടെ കുറച്ച് ചോറുണ്ട്, എനിക്കിത് കണ്ടിട്ട് കൊതിയാന്ന് കഴിക്കാൻ. നമ്മൾ വീട്ടിന് കൊടുത്തയച്ച, എൻ്റെ സ്വന്തം വീട്ടിൽ കൊടുത്തയച്ച ചോറാ, എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ ഇവര് കഴിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര താല്പര്യം. ഞാൻ എന്താ എനിക്ക് ആഗ്രഹം തോന്നിട്ട് ഞാൻ കുറച്ച് ടൈം നിന്നിട്ടാകുമ്പോ ഷംസു ചാന്ന് എൻ്റെ ഇച്ചാൻ്റെ വൈഫിൻ്റെ ഉപ്പ, അവർ നമ്മളവിടെ പണിയെടുക്കുന്നു. അപ്പോൾ അയാൾ എന്നെ ക്ഷണിച്ചു ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചു. ഓഫ്, എന്തോ രസമാണ് അറിയാതെ, ആ ഫീൽ വേറെയാണ്, അത് ആസ്വദിക്കേണ്ട ഫീലാണ്. പണിയെടുത്തിട്ട് ഞാൻ പണിയെടുക്കാൻ പോയിക്കൊണ്ടായ മുമ്പ് അന്ന് കഴിച്ച ഒരു ഫീല് നമുക്ക് ഇപ്പൊ കിട്ടുന്നു, അതിന് വേറെ വൈബാണത്. സ്വാദില്ലാത്ത ഭക്ഷണമാണെങ്കിൽ ഭയങ്കര സ്വാദായിട്ട് തോന്നും. ഓഫ്, എന്താ രസം. ഞങ്ങൾ അങ്ങനെ കുറച്ച് വൈബിൻ്റെ ആൾക്കാരാണ്. ഓക്കെ, അതെ, ഭയങ്കര അൽഫിയുടെ വൈബ് ഭയങ്കര ഡിഫറെൻ്റാ. കൃഷി, KSRTC. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഒരുപാട് ആലോചിച്ച് ഡിസിഷൻ എടുക്കുന്നത്? ഓക്കെ, ഇവര് ആക്ച്വലി എഴുതുന്നതൊക്കെ കറക്റ്റ് ആണ്. അതെനിക്ക് നേരത്തെ തോന്നി, മറ്റേ പ്ലാനിങ്ങിന്റെ ആളാന്ന് പറഞ്ഞപ്പോഴേ തോന്നി. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കൂ. നിങ്ങളുടെ ഇടയിലുള്ള ഒരു ബെസ്റ്റ് മ്യൂച്വൽ ഫ്രണ്ട്? ഇപ്പോയോ? മ്യൂച്വൽ ആണ്. മഞ്ഞപ്പൻ പിന്നെ എന്തോ ആവാലോ. എനിക്ക് ഒരാളുണ്ട്, പുള്ളിക്കാരനെ ഇപ്പൊ 2 ദിവസമായിട്ട് ഞാൻ മിസ് ചെയ്യാണ്. ആണോ? എന്തെറ്റി? തിരക്കാണോ? പറയാം, ഇയാൾക്ക് അത് കിട്ടണ്ട, ഇയാൾ കുറച്ച് കഷ്ടപ്പെടട്ടെ. പ്ലസ് ഒരാളും കൂടി ഉണ്ട്, അത് പറയാ. 2 പേർക്കുള്ളതുകൊണ്ട് എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ഉമ്മ? യെസ്, ഞങ്ങക്ക് മഞ്ഞപ്പൻ പ്ലസ് ഉമ്മി. മഞ്ഞപ്പാപ്പനോ? മഞ്ഞപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പൂച്ച. അവന് എന്റെ ഭയങ്കര ഫ്രണ്ട്. ഞാൻ എപ്പോഴും നമ്മൾ ചർച്ചക്കിടയിൽ അവനുണ്ടാവും. മഞ്ഞപ്പൻ അവനിപ്പോ ഞാൻ ആടുന്ന് ഞങ്ങൾ എല്ലാവരും താമസിച്ചുണ്ടായ വീട്ടിൽ നിന്ന് ഞാൻ വന്നല്ലോ, അപ്പൊ അവൻ അവിടെ ഉണ്ട്. അവന്റെ ഭയങ്കര പ്രധാനം നാടൻ പൂച്ചയാണ്, പൈസ കൊടുത്തിട്ട് വാങ്ങിയ പൂച്ച ഒന്നുമല്ല. അവന് ഞാൻ വരാതെ ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തൊന്നും പോവില്ല. ഞാൻ എണീക്കുന്ന സമയത്ത് വാതിലിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കും, എന്നിട്ട് 2 ഓട്ടം ഇതാക്കും. ഇല്ലെങ്കിൽ അവിടെ സോഫ ഉണ്ട്, ആ സോഫേന്റെ മുകളിൽ അവൻ കിടക്കും. ഞാൻ വന്നിട്ട് അവൻ എന്തെങ്കിലും കൊടുത്തിട്ട് അവൻ പോകും. മഞ്ഞപ്പൻ എന്നാണ് അവന്റെ പേര്. മഞ്ഞപ്പൻ ഒരു ഗ്യാങ് ഉണ്ട്, കറുപ്പച്ചൻ അങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരു ഗ്യാങ്. അതൊരു ഭയങ്കര ഒരു ടീമാണ് അവർ. അവരെല്ലാം ഇതേ പാറ്റേൺ. ഞാനൊരു കാര്യം കൂടി പറയാം, ഞങ്ങള് പറയുന്നതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുള്ള മനുഷ്യന്മാരെ മാത്രമല്ല, ചുറ്റുപാടുള്ള എല്ലാ മൃഗങ്ങളെയും, നായ,
ഇനി ഏത് പന്നിയാണെങ്കിലും എന്തും ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനെയും പരിഗണിക്കുക. അവർക്കെല്ലാവർക്കും പറ്റുന്നത് കൊടുക്കുക. മനുഷ്യന്മാരെ മാത്രമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്, നമ്മൾ പരിഗണിക്കേണ്ട മൃഗങ്ങളെയും കൂടി പരിഗണിക്കണം. അവർക്ക് വെള്ളം കൊടുക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഒരു നേരം അങ്ങ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഞാൻ എൻ്റെ വണ്ടിയിൽ ബിസ്ക്കറ്റൊക്കെ കരുതും. ഞങ്ങൾ നിക്കാ കഴിഞ്ഞ സമയത്ത് ഞാൻ ഇവിടെ കൂട്ടി വന്നപ്പോൾ നമ്മൾ കുറേ ബിസ്ക്കറ്റ് വാങ്ങി ഇങ്ങനെ പൊട്ടിച്ചിട്ടുകൊണ്ട് വരുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാര്യങ്ങളിൽ. ഒരാൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്ക് ട്രീറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും, അത് ചെയ്യണമെന്നാണ്. നമ്മളത് നിർബന്ധമായിട്ട് നായ പൂച്ചനൊക്കെ ഓടിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്, കല്ലൊക്കെ എടുത്ത് എറിയുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അത് എനിക്ക് പറയാൻ ചില ആൾക്കാർ ഇതിനിടയിൽ പിന്നെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ട് ചെറിയ പൂച്ചകളൊക്കെ. അതുങ്ങളുടെ ജീവിതമല്ലേ, എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല? നമ്മ പറയുമ്പോൾ ആൾക്കാർക്ക് തോന്നും എന്ത് വലിയ മൃഗസ്നേഹികളൊക്കെ വന്നെന്ന് തോന്നുന്നു. അല്ല, മനുഷ്യന്മാരെയും മൃഗങ്ങളെ എല്ലാവരെയും അങ്ങനെ ഒരുപോലെ കാണണമെന്നല്ല. ഒരു പേപ്പട്ടി പേളകിയിട്ട് ഒരു പേപ്പട്ടി ഒരു 4-5 പേരെ കടിക്കുന്ന ആ പട്ടിയെ വളർത്തണമെന്നല്ല ഞാൻ പറയണത്. അതിനതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യണം. അല്ലാത്തതിനെയൊക്കെ വിഷം കൊടുത്ത് കൊല്ലുന്നതിനോട് യോജിപ്പില്ല, ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. പേളകി വന്നിട്ട് ആൾക്കാരെ കടിക്കുന്നതിന് ചിലപ്പോൾ വെടിവെച്ച് കൊല്ലേണ്ടി വരും. അത് പിന്നെ വേറെ വഴിയില്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ അല്ലാത്ത എല്ലാത്തിനെയും ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി കൊല്ലുക എനിക്ക് യോജിക്കാൻ പറ്റില്ല. ആൾക്കാരെ എന്ത് പറഞ്ഞാലും നമ്മൾ നിലപാട് പറയണല്ലോ, അത്രേ ഉള്ളൂ. ഓക്കെ, അത് നമ്മുടെ മനപ്പുറത്തും റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് എല്ലാം സെയിം അല്ലേ? അതെ, ഏകദേശം സെയിം ആണ്. എത്ര എഴുതി? ഒരു 19 19 എല്ലാം കറക്റ്റാ? അല്ല, ഒന്ന് ഹോമിന്റെ പോയി. ഇവിടെ എനിക്ക് ഇമ്പോർട്ടന്റ് ഹോം ആണെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ആൽഫയാണ് ഇമ്പോർട്ടന്റ്. അല്ല, അതെ, അവള് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഞാൻ പണ്ടൊരു ചലഞ്ച് ചെയ്തതാ എന്റെ ബ്രദറിനോട്. ഞാൻ വീട് കെട്ടാതെ കല്യാണം കഴിക്കില്ല. അപ്പൊ എല്ലാരും എന്നെ തമാശാക്കി, നിനക്ക് പറ്റില്ല, വീട് കെട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല വീട് കെട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ വേണ്ടേ. അപ്പൊ അവർക്ക് എൻ്റെ ആ പൈസ ഇല്ല, ഞാൻ ഉണ്ടാക്കിയെടുക്കണ്ടേ. അത് തമാശയാക്കി. പക്ഷെ ഫൈനലി എനിക്ക് നല്ല വീടുണ്ടായി. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ ആക്ച്വലി നല്ല മനപ്പൊരുത്തമാണ്. നമ്മളത് ടെസ്റ്റ് ചെയ്തു, പാസ്സായിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. മസ്താൻ എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്? അതെന്തിനിവിടെ ചോദിക്കാം? അല്ല, ഞങ്ങളോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? പറയൂ. ചെക്കന് കിട്ടണ്ടേ, മറ്റൊന്നതിനും കിട്ടി, ഇപ്പൊ കിട്ടും. ചുമ്മാറിന ടൈം ആകുമ്പോ വരുമായിരിക്കും അല്ലേ? കല്യാണം കഴിക്കാൻ അങ്ങനെ ഒരു ടൈം ഉണ്ടോ? ഇല്ലേ, സമയമുണ്ടോ? നമ്മള് അതിങ്ങനെ വന്ന് ചേരുന്നല്ലേ. അപ്പൊ നിങ്ങള് ആ ഒരു ചർച്ച ഇട്ട് ആള് കണ്ടു, നിങ്ങൾ സംസാരിച്ചു, അതൊക്കെ ഒരു സമയമല്ലേ? ഓ, അങ്ങനെ ആ സമയം. ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു പ്രായം കാണുന്നുണ്ടോ? പ്രായം കാണുന്നില്ല. ഇല്ല. ഒരു 10-40 വയസ്സൊക്കെ പ്രതീക്ഷിക്കാം ഞങ്ങൾക്ക്. അത്രയും ഉണ്ടോ? എന്തായാലും താങ്ക് യു. അയ്യോ, ടിഷ്യൂ ആണോ? ഇങ്ങനെ ഒരു പരിപാടിയിൽ വന്നതിൽ ഞങ്ങളോട് സംസാരിച്ചതിൽ ഒരുപാട് ഇതിപ്പോ ഞാനല്ല അങ്ങോട്ട് പറയുന്നില്ല, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മനപ്പുറത്തെ റൗണ്ട് കഴിഞ്ഞു. അപ്പം ഒരുപാട് സന്തോഷം. നമ്മളിപ്പം ഞാനും വീഡിയോസ് എല്ലാം കാണുന്നു എന്ന് പറഞ്ഞ, പക്ഷെ എന്നാലും വരുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിൽ. ആൻഡ് വളരെ നന്ദിയുണ്ട് പങ്കെടുത്തതിൽ. എന്റെ മാനം കാത്തതിൽ. ഒരു പരിപാടിക്ക് ഓള് വരല, ഇവള് പരിപാടിക്ക് വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കൂടെ വരണം, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആള് നമ്മുടെ പരിപാടികളിൽ ഒന്നും ഇല്ലെങ്കിലോ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യൂ. പക്ഷേ അതിനു മുന്നേ ചെറിയൊരു ടാസ്ക്, നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ ഇവിടെ അതിനൊരു ചാൻസ്. കല്യാണ വീഡിയോ ഉണ്ടല്ലോ ഞങ്ങളെ, അതിൽ ഞങ്ങളെ ക്യാമറമാൻ പ്രപ്പോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതുണ്ട്, എന്നാലും ഇങ്ങനല്ല, കുറച്ചുകൂടി റൊമാൻറ്റിക്. എടുക്ക, പുറത്തെടുക്ക റൊമാൻസ്. കാതിർക്കാന്ന സുമ്മാവാ. നമ്മളെ ക്ലാസ് പ്രപ്പോസൽ ആയി. അതെ, ക്ലാസ് ആവണം അല്ലേ? ഒരു പൈങ്കിളിയായി പോ.
ആൽഫിനെ ഞെട്ടിക്കണം. നിങ്ങളെ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കിഷ്ടം. ഇതോ വലിയ വിലക്കിരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടം, എനിക്കിഷ്ടം. ഓക്കെ, മതിയല്ലേ? കഷ്ടപ്പെട്ടുണ്ട്, സൂപ്പർ. അപ്പോൾ ഒരുപാട് സന്തോഷം ആൽഫിക്ക്, ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെയും വെറൈറ്റി മീഡിയയുടെ പേരിൽ വന്നതിൽ, ഇവിടെ ഇരുന്നതിലും ഒരു സെഗ്മെന്റിലെങ്കിലും ഇരുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇതൊരു തുടക്കമാവട്ടെ അല്ലേ? ഇവൾക്ക് കുറെ കംഫർട്ട് സോൺ ഉണ്ട്. ഇവളുടെ കംഫർട്ട് സോണിലൊന്നാണ് ഇവളുടെ ഹിജാബ്. ഇവള് ഹിജാബ് ഇല്ലാതെ കംഫർട്ട് ആവുന്നില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇവൾക്ക് ചുറ്റി ഇട്ടണം. അത് വേറൊന്നും കൊണ്ടല്ല, ഇവൾക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇവളുടെ കംഫർട്ട് സോൺ. ഞാൻ ചോദിച്ചായിരുന്നു ചുറ്റണോന്ന്. പക്ഷെ ഞാൻ ഉള്ളിൽ ടർബൺ കെട്ടിയിട്ടാണ് ചുറ്റല്. ഓക്കെ, ഒന്നുമില്ല, പെട്ടെന്ന് വന്നിട്ട് ഞാൻ ഇരിക്കുള്ളന്നല്ലേ പറഞ്ഞേ. പിന്നെ പക്ഷെ എന്നാലും സുന്ദരിയല്ലേ? ഇപ്പൊ ഞങ്ങൾ ആക്ച്വലി ഇന്റർവ്യൂക്ക് വേണ്ടി വന്നൊന്നുമല്ല, ഇവളുടെ ഹിജാബിന്റെ തുണി വാങ്ങാനും ലുലുവില് പോയിട്ട് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ അങ്ങനെ കൊണ്ടുവന്നതാ. ഇരുത്തൂലാന്ന് കയ്യില് വെച്ച് സത്യം ചെയ്തതാണ്. കയ്യിൽ വെച്ച് സത്യം ചെയ്യുമ്പോ ഞാൻ മനസ്സിൽ പറഞ്ഞായിരുന്നു, അറിയോ? ആ പടച്ചോനെ പൊറുക്കണേന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയിപ്പോ ലുലുവിൽ പോയി ഇഷ്ടമുള്ളത്ര ഹിജാബ് വാങ്ങിച്ചോ, കുറച്ച് ബാൻഡേജ് വാങ്ങണം, ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാങ്ങിച്ചോ. ഫസ്റ്റ് എയ്ഡ് കിറ്റ് വാങ്ങണം. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി മാരീഡ് ലൈഫ്. ഒരുപാട് നാള് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.